ടി വി പ്രസാദ്, SFIയുടെ ജില്ലാ സെക്രട്ടറി ഈ പരിശോധന നടക്കുന്ന വേളയിലാണ് അവിടേക്ക് വന്നത്. അവരെ അടക്കം അകത്തേക്ക് ഈ പരിശോധന നടക്കുന്ന ഇടത്തേക്ക് കടത്തിവിടുന്നത് എങ്ങനെയാണ്? ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ അവിടെ തുടരുന്നതിനൊപ്പം തന്നെ ഇവർ ഈ ഭാരവാഹികൾ എങ്ങനെയാണ് ഹോസ്റ്റലിലേക്ക് കയറുന്നത്? സുജയ, നമുക്കറിയാവുന്നതുപോലെ SFIക്ക് വലിയ സ്വാധീനമുള്ള ഒരു ഹോസ്റ്റലാണിത്. ഇവിടെ താമസിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും നമുക്കറിയാവുന്നവരുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ബഹുഭൂരിപക്ഷവും SFI പ്രവർത്തകരായിട്ടുള്ളവരാണ്. അതിൽ തന്നെ കൂടുതൽ SFIക്കാർ തന്നെയാണ് ഈ ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്യുന്നത്. SFI നേതാക്കൾ ദൈനംദിനം ഇവിടെ വന്നു പോകുന്നവരാണ്, ഹോസ്റ്റൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരാണ്, എല്ലാമാണ്. സ്വാഭാവികമായി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കഞ്ചാവ് പിടികൂടുമ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ മറ്റൊരു തരത്തിൽ ഇവരെ വിളിച്ചു വരുത്തിയതാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഒരു വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലിൽ, പ്രത്യേകിച്ച് അവർക്ക് സ്വാധീനമുള്ള ഹോസ്റ്റലിൽ റെയ്ഡ് നടക്കുമ്പോൾ എത്തി എന്നുള്ളതായിരിക്കണം പ്രധാനമായും ഇതിലുള്ളൊരു കാര്യം. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഇവിടെ ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇവിടുന്ന് ഈ ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം തീർച്ചയായിട്ടും എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുമുണ്ടാവുക. കുറഞ്ഞ അളവിലാണെങ്കിലും 20 ഗ്രാം ആണെങ്കിൽ പോലും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഹോസ്റ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലുള്ള ഹോസ്റ്റലാണിത്. മറ്റൊരു രാഷ്ട്രീയ പ്രസാദ്, ഒരു പരിശോധന നടക്കുമ്പോൾ, എക്സൈസിന്റെ ഒരു പരിശോധന നടക്കുമ്പോൾ ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും യഥേഷ്ടം പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കി ആയിരിക്കില്ലല്ലോ പരിശോധന. മുറി ചവിട്ടിപ്പൊളിച്ചടക്കം പരിശോധന നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. പരിശോധനകൾ പൂർത്തിയായോ? പൂർത്തിയായ ശേഷമാണോ ഈ ഭാരവാഹികളെയും ഒപ്പം മറ്റാളുകളെയും ഒക്കെ പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റിയത്? പരിശോധന ഇപ്പോഴും അകത്ത് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അകത്തുള്ള ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നാൽ മാത്രമേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകൂ സുജയ. എന്തായാലും വിദ്യാർത്ഥികൾ പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ മുറിക്കകത്തേക്ക് പോവുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത് വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർ ഇവിടെ ഒളിച്ചു താമസിക്കുന്നു എന്ന വിവരം നേരത്തെ തന്നെ പോലീസിനുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SFIക്ക് വലിയ സ്വാധീനമുള്ള ഒരു ഹോസ്റ്റലായതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസിന് കയറി അവിടെ പിടിച്ചു പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഇവിടെയുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണെങ്കിൽ പോലും പഠനം അവസാനിപ്പിച്ച് വർഷങ്ങളോളമായി പഠിക്കാത്ത ആളുകൾ പോലും ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഒരുപാട് മുറികൾ അങ്ങനെയുണ്ട് എന്നതാണ്. കാണാൻ വലിയ ഒരു പഴമയുള്ള ഒരു മനോഹരമായ കെട്ടിടമാണെങ്കിൽ കൂടിയും അകത്ത് വൃത്തിയൊന്നുമില്ലാത്ത ഒരുപാട് മുറികളുണ്ട്. നല്ല രീതിയിൽ ജനലുകളോ വാതിലുകളോ ഒന്നുമില്ലാത്ത മുറികൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ധാരാളം ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു ഹോസ്റ്റലുമാണ് ഇത് എന്നതാണ് ഇതിലൊരു പ്രത്യേകമായ ഒരു കാര്യം. കുറേ കാലമായി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പ്രവർത്തനങ്ങൾ ഈ ഹോസ്റ്റലിൽ കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിശോധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്തായാലും എക്സൈസ് ഉദ്യോഗസ്ഥർ വന്നത്. ഇതിലൊരു കാര്യമുള്ളത്, ഇതിപ്പോൾ ഈ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ മറ്റതോ ഉണ്ടെങ്കിൽ കണ്ടു കിട്ടാനുള്ള ഒരു സാധ്യതയും റിനു ശ്രീധർ, റഷൻ ഡിയാഗോ, നമ്മുടെ വാർത്താസംഘം അവിടെ തുടരുകയാണ്. എക്സൈസ് നടത്തിയ പരിശോധനയിൽ മുറികളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലാണ്. SFIക്കാർ മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥികളും വന്ന് താമസിക്കുന്നവരാണ്. പഠനം കഴിഞ്ഞവരും ഹോസ്റ്റലിൽ തുടരുന്നുണ്ടോ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതുമാണ്. എന്തായാലും എക്സൈസ് സംഘം രഹസ്യ വിവരത്തെ തുടർന്നാണ് അവിടെ എത്തിയതും കഴിഞ്ഞ മണിക്കൂറിൽ അവിടെ പരിശോധന നടത്തിയതും.